കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രധാന തട്ടകങ്ങളിലൊന്നാണ് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്ത്. എന്നാൽ ആ പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഇപ്പോൾ വാഴുന്നത് BJP ആണ്. കൂടാതെ മറ്റു വാർഡുകളിലും BJPയുടെ പ്രിയം കൂടിക്കൂടി വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മടിക്കൈ പഞ്ചായത്ത് കൈവിട്ടു പോകുമെന്ന പേടിയിലാണ് ഇപ്പോൾ CPM നേതാക്കൾ. ഇപ്പോഴിതാ പഞ്ചായത്തിലെ BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ കേസിൽ CPMന് പങ്കുണ്ടെന്നാരോപിച്ച് BJP രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ പിന്തുണച്ചയാളെ CPM പ്രവർത്തകർ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന് പ്രദേശത്തെ BJP നേതാക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ കേസുമായി BJP ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിരവധി തവണയാണ് CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഭീഷണി നടന്നിരിക്കുന്നത്. ജീവഭയം കൊണ്ട് മാത്രമാണ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ച ആൾ സൂക്ഷ്മ പരിശോധനയിൽ തന്റെ ഒപ്പല്ലെന്ന് പറഞ്ഞതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറയുന്നു. ഈ ഒരു ഭീഷണിപ്പെടുത്തലിലൂടെ ഒരു കാര്യം വ്യക്തമായി, കേരളത്തിലെ CPM നേതാക്കൾ BJPയെ ഭയക്കുന്നു. നേതാക്കളോട് ചോദിച്ചാൽ ഞങ്ങൾക്കാരെയും ഭയമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഒരു കാര്യവുമില്ല. അത്തരത്തിലുള്ള ഭയത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഈ ഭീഷണിപ്പെടുത്തലുകൾ. ഇങ്ങനെ CPM ഓരോ സ്ഥലങ്ങളിലായി പുറകിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണവീഴ്ച തന്നെയാണ്. അഴിമതിയിൽ മുങ്ങിയ ഭരണം കാണുന്ന ജനങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത്? മടിക്കൈ പഞ്ചായത്ത് നേരത്തെ ഇടതുപക്ഷത്തിന്റെ തട്ടകമൊക്കെ തന്നെ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ അതല്ല അവസ്ഥ. BJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയപ്പോൾ തന്നെ CPM ആണ് ഇതിനു പിന്നിലെന്ന് BJP ആരോപിച്ചിരുന്നു. ഇതോടെ ഒരു കാര്യം വ്യക്തമായി, CPMന്റെ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ഓരോ സ്ഥലത്തെയും ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ എന്ന് പറയുന്നത് പോലെയായി ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കാര്യം. മറ്റു പാർട്ടിക്കാരെ കരിവാരിത്തേക്കാൻ ശ്രമിക്കും. എന്നാൽ അവസാനം എന്താണ് സംഭവിക്കുക? ഇടതുപക്ഷത്തിന് തന്നെ പിന്നെയും പണി കിട്ടും.